വെക്കേഷനായിട്ട് 2 ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ പെട്ടിയും കിടക്കി എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ. അവനവൻ്റെതല്ല അവനവൻ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആ വലിയ പെട്ടി നിറച്ചുള്ളത് എൻ്റെ സാധനങ്ങളാണ് കേട്ടോ. 2 ദിവസമാണെങ്കിലും 20 ദിവസത്തെ ഡ്രസ്സ് ഞാൻ കൊണ്ടുപോകും. ബെഡ്ഷീറ്റ് അപ്പുകുട്ടനാണ്. കാറിൽ കയറുമ്പോഴത്തേനും ഇല്ലെങ്കിൽ തണുക്കുന്നതെന്ന് പറഞ്ഞ് അലറും കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ടാറ്റ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് ചെന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. കാരണം ചേച്ചിയൊക്കെ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തെത്തി. അവിടെ ഇങ്ങനെ കഴുത്തിൽ മാല ഇട്ട് തന്നപ്പോൾ ഞാനത് കയ്യിൽ ഇങ്ങനെ ചുറ്റി അങ്ങ് എടുത്ത് വെച്ച് കേട്ടോ. പിന്നെ നേരെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി. പിള്ളേർ രണ്ടും ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടെ ചാടി നടക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ദ്രോണാചാര്യ എന്നൊക്കെ പറഞ്ഞ് സീച്ചേട്ടൻ അവിടെ അമ്പും വില്ലും എറിയുന്നുണ്ടായിരുന്നു. ഞാനും കൂട്ടത്തിൽ എറിഞ്ഞു. പിന്നെ മീനെ കൊണ്ട് കാലെ കടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അതിലും കാലും മുക്കിയിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ആ ദിവസം അങ്ങ് കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചെവിയിൽ ചെമ്പരത്തി പൂവിന് വേറെ ഇത് വയ്ക്കാമെന്ന് വിചാരിക്കണ്ട, ഒരു രസം. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് മുഖമൊക്കെ കഴുകി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ എനിക്ക് അമ്മയെ കണ്ണേന്ന് പറഞ്ഞ് ത്രൂ ചേച്ചി കരച്ചിലായിരുന്നു കേട്ടോ. അയ്യോ എൻ്റെ പൊന്നോ, സ്കൂൾ പിള്ളേരെക്കാട്ടി കഷ്ടമായിരുന്നു. പിന്നെ കണ്ണൊക്കെ തുടച്ച് ബാന്നും പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി ചെന്നു. അപ്പം ഞാൻ കരയിലേ ഇരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ചേച്ചി കരയിലിരിപ്പായിരുന്നു. ഞാൻ വലിച്ച് വെള്ളത്തിലിട്ട്. ബാക്കി ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.